അപ്പൊ കുട്ടികളെ, നവംബർ 21 തീയതി 1853 റാണി ലക്ഷ്മിഭായിയുടെ ഭർത്താവ് രാജ ഗംഗാധർ റാവു മരിച്ചുപോയി. എന്ത് സംഭവിച്ചു? ഇംഗ്ലീഷ് ജനറലായ ഡൽഹൌസി ലക്ഷ്മിബായിയുടെ മകനായ ദാമോദർ റാവുവിനെ ഝാൻസിയുടെ ഭാവി രാജാവായി അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. എന്ത് ചെയ്തു? അതിനുശേഷം റാണി ലക്ഷ്മിഭായും ഇംഗ്ലീഷുകാർക്കുമിടയിൽ ഒരു യുദ്ധം നടന്നു. അതിലവർ വളരെ ധീരയായി പോരാടി. അപ്പോ കുട്ടികളെ, നമ്മൾ എപ്പോഴും മറക്കാതെ ഒരു കാര്യം ഓർത്തു വെക്കേണ്ടത്, നമ്മൾക്കെതിരെ അതിക്രമം നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിനെതിരെ ശബ്ദമുയർത്തണമെന്നതാ. പരാജയപ്പെട്ട് പിന്മാറാൻ പാടില്ല. ആലോചിച്ചു നോക്കിയേ, ലക്ഷ്മിഭായ് അന്ന് പരാജയം സമ്മതിച്ചിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരായുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഒരിക്കലും തുടങ്ങുക പോലുമില്ലായിരുന്നു, അല്ലേ? ശരി കുട്ടികളെ, ഇന്നിപ്പോ നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പഠിക്കാം. ഗൗരി, നീ ഓക്കെ അല്ലേ? ആ, ഞാൻ ഓക്കെയാണ്. അല്ല, ഇതെന്താ നിന്റെ അമ്മായിമ്മയുടെ ബ്ലൗസ് ആണോ ഇത്? അല്ല, അത് വെറുതെ ചുമ്മാ എടുത്തിട്ടതാണെന്ന്. ഗൗരി, ഗൗരി, ഒരു മിനിറ്റ് ഒന്ന് നിക്ക്. അതെ, ഞാൻ കേട്ടു നീ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു തെറ്റ് കണ്ടാൽ ശബ്ദം ഉയർത്തണമെന്ന്. പക്ഷെ നീ എന്താ ചെയ്യുന്നേ? നിന്റെ ഭർത്താവിന്റെ നിന്നോടുള്ള പെരുമാറ്റം ഒട്ടും ശരിയല്ല. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ എന്താ മിണ്ടാതിരിക്കുന്നേ? നീതു, ഇതെന്റെ വീട്ടിലെ കാര്യമാണ്. അത് ഞാൻ സോൾവ് ചെയ്തോളാം. പിന്നെ വിവാഹ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം സ്വാഭാവികമല്ലേ? ഞാൻ സോൾവ് ചെയ്തോളാം. എന്നാ നമുക്കിനി നാളെ കാണാം. ഞാൻ വൈകുന്നു. ഇതിന് പൊട്ടാൻ ഈ നേരെ കിട്ടിയുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഇന്നും എങ്ങനെ ലേറ്റായ? അല്ല ഗൗരി, എന്തു പറ്റി? ഇല്ലില്ല, ഒന്നുമില്ല. അത് ചെരുപ്പൊന്ന് ചെറുതായി പൊട്ടി. എന്നാ കേറി, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട വേണ്ട, നിങ്ങൾ പൊക്കോളൂ. ഞാൻ ഓട്ടോ വിലയും വിളിച്ചോളാം. അല്ല, ഇവിടെ നോക്ക എങ്ങനെ റിക്ഷ കിട്ടാനാ? കേറ്, ഇരിക്കും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾ പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. അല്ല, എന്തിനാ ഇത്രമാത്രം ബലം പിടിക്കുന്നേ? നീ എനിക്ക് നല്ലൊരു ഫ്രണ്ട് അല്ലേ? അപ്പൊ ഒരു ഫ്രണ്ടിന് വേണ്ടി ഈ സഹായം പോലും ചെയ്തില്ലെങ്കിൽ എങ്ങനെ? കേറ്, പെട്ടെന്ന് ഇരിക്കേ. എന്റെ നേഹ, അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. ഞാൻ എന്തിനാ നുണ പറയേണ്ടത്? നീ എന്റെ മുമ്പിൽ വലിയ അമ്മൂമ്മ കളിക്കൊന്നും വേണ്ട. ഇപ്പൊ നീ ചെറുതായിരുന്നാ മതി. ചേച്ചി, ഞാനിപ്പോ കുട്ടിയൊന്നുമല്ല, വലുതായി കഴിഞ്ഞു. ഇനി എത്ര കാലം ചേച്ചി എന്നെ കുട്ടിയാന്ന് പറയും? ആ പിന്നെ, ചേച്ചിക്ക് എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും അത് എന്നോട് ഷെയർ ചെയ്യാം. ഹലോ ചേച്ചി, എന്തു പറ്റി? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്ന്. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചി ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നോട് പറയുന്നോണ്ട് ചേച്ചിയുടെ വിഷമം കുറയുമല്ലോ. അതിനൊരു സൊല്യൂഷനും കിട്ടും. മനസ്സിലായോ? ആ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ. എന്താ നിങ്ങൾക്ക് പറ്റി? നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? ഞാനിവിടെ ജീവനോട് ഇരിക്കുന്നില്ലേ? പിന്നെ പിന്നെ ബാക്കിയുള്ളവരുടെ കൂടെ എന്തിനാ കറങ്ങി നടക്കുന്നേ? എന്ത്? എന്നെ ചതിക്കാണോ നീ? നോക്ക്, ഈശ്വരനറിയാൻ ഞാൻ നിങ്ങളെ അല്ലാതെ മറ്റൊരു പുരുഷനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നുള്ളത്.
നോക്ക്, എന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല. തെറ്റിദ്ധാരണ നിങ്ങൾക്കാണ്. നിങ്ങൾ എന്റെ ഭർത്താവാണ്. നിങ്ങൾ എങ്ങനെ കരയരുത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാ. നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം മാത്രം ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. നിങ്ങളുടെ ഈ ദേഷ്യം കാരണം നമുക്കിടയിൽ ഒരു അകലം വരുന്നത്. ഞാനിപ്പോ വരാം. എന്റെ ഭഗവാനെ, എല്ലാം നേരെയാക്കിയിരിക്കണേ. ഇത് എന്താ നിങ്ങൾ ചെന്ന് കൈവിട്. അകൽച്ച, നമ്മുടെ നടുക്ക് അകൽച്ച വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കൈവിട്, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. ഇപ്പൊ എനിക്ക് അറിയേണ്ടത് ഈ അകൽച്ച എങ്ങനെ വന്നെന്നാണ്. കൈവിട്. എന്നെ കാരണമാണോ വന്നത്? എന്റെ തെറ്റാണോ? പറയടി. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഞാനൊരു മനുഷ്യൻ, എനിക്ക് വേദനിക്കുന്നുണ്ട്. എന്റെ കൈയൊന്ന് വിട്. നീ എന്തായാലും ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. പറയടി. നിങ്ങൾ എന്തേ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞു തരാടി. നിങ്ങൾ എന്തേ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞു തരാടി. അതുൽ, നീ എന്തിനാ അവളെ റൂമിൽ പൂട്ടി വെച്ചിരിക്കുന്നേ? എന്നെ കൊണ്ട് ചായയും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഡോർ ഓപ്പൺ ചെയ്ത് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. കുറച്ച് ദിവസത്തേക്ക് അവളെ പഠിപ്പിക്കാൻ പോകുന്നില്ല. 4 ദിവസം അവിടെ ഇരിക്കട്ടെ, അവളുടെ അഹങ്കാരം കുറയും. ഇങ്ങനെയാണോ അവളെ പാഠം പഠിപ്പിക്കുന്നത്? ഈ വയസ്സായ കാലത്ത് എന്നെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ? വീട്ടിലെ ജോലി ആര് ചെയ്യുന്നേ? എന്നെ കൊണ്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ല, ചായയും കാപ്പിയൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നീ ഡോർ ഓപ്പൺ ചെയ്യ്, എന്നെ കൊണ്ട് എല്ലാ ജോലിയും അവളെ കൊണ്ട് ചെയ്യിപ്പിക്ക്. എന്താ അമ്മ ഇത്? സർക്കാർ ജോലിക്കാരി സ്വന്തം ജോലിക്കാരിയൊക്കെ നോക്കാണോ? എന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്യേ. 4 ദിവസം കൊണ്ട് അവളുടെ അഹങ്കാരം ഒന്ന് കുറയട്ടെ. അത് തലയ്ക്ക് പിടിച്ചിരിക്കുക അവള്. മതിയായി, എനിക്ക് മതിയായി. എനിക്ക് ഓഫീസിൽ ഇപ്പം സമയമായി, ഞാൻ ഇറങ്ങുക. എടാ, പറയുന്ന കേക്ക്. അമ്മേ, അമ്മ എനിക്ക് വിശക്കുന്നു. കഴിക്കാൻ എന്താ ഉള്ളേ? ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താ അമ്മ ഇത്? ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്നെ വിളിച്ചൊന്ന് പറയാൻ മേലായിരുന്നോ? വരുന്ന വഴിക്ക് മേടിച്ചോണ്ട് വന്നേനല്ലോ. നോക്ക്, ഈ വീട്ടിലെ ജോലിയൊന്നും എന്നെ കൂടെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, അവളെ കെട്ടഴിച്ചു വിട്ടേക്ക്. ആഹാരം ഉണ്ടാക്കാൻ അവളോട് പോയി പറ. എനിക്ക് ഒരുപാട് വിശപ്പുണ്ട്. എന്താ അമ്മ ഇത്? എന്തൊക്കെയായി കാണിക്കുന്നേ? ആരാ വിളിക്കുന്നേ? ഒരു മിനിറ്റ്, ഒന്ന് മിണ്ടല്ലേ. ഹലോ. ഹലോ ചേട്ടാ, ചേച്ചി വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണം. അത് അവളുടെ ഫോൺ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. പൊട്ടിപ്പോയെന്നോ? ശരി, കുഴപ്പമില്ല. ചേട്ടൻ ഫോൺ ചേച്ചിക്കൊന്ന് കൊടുത്താൽ മതി. അത് നേഹ, അവൾ ഓൾറെഡി ഉറങ്ങി. അവൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? പിന്നെ ഫോൺ കട്ട് ചെയ്തോ? അല്ല, ചേച്ചി ഇത്ര നേരത്തെ കിടന്ന് ഉറങ്ങില്ലല്ലോ. എന്നാ പിടിക്കാമേ, പോയി കഥവ് തുറക്ക്. ആഹാരം ഉണ്ടാക്കാൻ പറ. പ്രശ്നങ്ങളെല്ലാം നീയാ ഉണ്ടാക്കുന്നത്. സമാധാനിപ്പിക്കാൻ മാത്രം എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടോളൂ. നിക്ക്, ഞാൻ വെള്ളം തരാം നിനക്ക്. വാ, സൂക്ഷിച്ചു വാ. വാ, പതുക്കെ മോളെ, സൂക്ഷിച്ച്. പതുക്കെ മോളെ, പതുക്കെ വാ. വാ വാ, ഇവിടെ ഇരിക്കും മോളെ, ഇരിക്കെ. പതുക്കെ പതുക്കെ പതുക്കെ, സൂക്ഷിച്ച്. ഇന്നാ മോളെ വെള്ളം കുടിക്ക്. ഇന്ന മരുമോളെ കുടിക്ക്, വെള്ളം കുടിക്ക്. എല്ലാം ശരിയാവും മോളെ.
എല്ലാം കുടിച്ചു കഴിഞ്ഞില്ലേ? എന്നാ പോയി ആഹാരം ഉണ്ടാക്ക്, ഞങ്ങൾക്ക് വിശക്കുന്നു. അമ്മ, നിങ്ങൾക്ക് കഴിക്കാൻ ഇന്ന് എന്താ വേണ്ടത്? എന്തെങ്കിലും ചെയ്യും മോളെ. നീയും ഇന്നലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. നിനക്ക് നല്ലപോലെ വിശപ്പുണ്ടാവുമല്ലോ അല്ലേ? നിനക്ക് പറ്റുന്നത് എന്തായാലും നീ ഉണ്ടാക്കി തന്നാൽ മതി. ചേച്ചിയാണല്ലോ വിളിക്കുന്നേ. അമ്മേ, അമ്മേ, ഒന്നെനിക്ക്. ഇത് ചേച്ചിയാ വിളിക്കുന്നേ. ഹലോ ഗൗരി, മോളെ എന്ത് പറ്റി? അമ്മേ, അമ്മ നീ ചെകുത്താനടുത്തുനിന്ന് രക്ഷിക്കേ. നീ ഇവിടുന്ന് എവിടെയും പോകുന്നില്ല, ഇവിടെ ഉണ്ടാവും. എന്റെ ഭാര്യ ഇത്. കൈവിട്. കൈവിടാനല്ലേ പറഞ്ഞത്? സഹോദരി, നിങ്ങൾ ഇരിക്കേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിച്ച് തീർക്കാം. ഇത്രയും ദിവസമായിട്ട് എന്റെ മോളെ ഒരക്ഷരം മിണ്ടാതെ ക്രൂരതയെല്ലാം സഹിച്ചുകൊണ്ടിരുന്നു. എനിക്കിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും ഇതൊക്കെ? ഇപ്പൊ അറിഞ്ഞല്ലോ. എന്ത് ചെയ്യണമെങ്കിലും ചെയ്തോ, എന്റെ ഭാര്യയാണിത്. ഞാൻ തനിച്ചാണ്, വിധവയാണ്, പക്ഷെ ധൈര്യമില്ലാത്തവളല്ല. നിങ്ങളെക്കുറിച്ച് ഞാൻ പോലീസിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്താലുണ്ടല്ലോ, രണ്ടുപേരും ജയിലിലിരിക്കും. മനസ്സിലായോ? അയ്യോ സഹോദരി, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് പിന്നെ നിങ്ങൾ മനുങ്ങളെ കൂട്ടിക്കൊണ്ട് പൊക്കോളൂ. കുറച്ച് ദിവസത്തിന് ശേഷം എല്ലാം പഴയതുപോലെ ശരിയായിക്കോളും. ഇവൾ ശരിക്കും എന്റെ മോളെ പോലെ തന്നെയാ. ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ താമസിച്ചാൽ അവൾക്കൊരു മനസ്സമാധാനം കിട്ടും. അമ്മ എന്തിനാ അവളെ വിട്ടത്? പോകാൻ വിട്ടതല്ല, നിന്നെ ഞാൻ രക്ഷിച്ചതാ. ഇങ്ങോട്ട് നോക്ക്. ഒരുപക്ഷെ അവർ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്താലുണ്ടല്ലോ, പിന്നെ നമ്മൾ രണ്ടാളും ജയിലിൽ പോയിരുന്ന് മാവാട്ടേണ്ടി വരും. എടാ, നാളെ അവളുടെ വീട്ടിൽ ചെന്നിട്ട് ക്ഷമ ചോദിക്കുന്ന പോലെ വല്ല നാടകം വല്ലതും കളിച്ചിട്ട് അവളെ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോവാ. മനസ്സിലായോ?